ഹായ് ഫ്രണ്ട്സ്, ഈ പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസും ഇൻ്റർവ്യൂ എല്ലാം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം ഇദ്ദേഹത്തിനെ കുറ്റം പറയാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരി കാണാം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ശരി കാണാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് കാണാം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റ് കാണാം. രണ്ടുപേരും വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതലൊന്നും കടക്കുന്നില്ല. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയം തൊട്ട് ഇന്ന് ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ പെണ്ണിനെ ഒരു ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവളെന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലും അധികം സംബോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ കൊച്ചി ഇങ്ങനെയുള്ള രീതിയിലാണ് ആ സംസാരം ഉണ്ടായിരിക്കുന്നത്. ഒരു വാക്ക് പോലും മോശപ്പെട്ട രീതിയിൽ ആ പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ചോദിക്കും, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ സംഭവ സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ഒരു അസഭ്യ വാക്കുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാത്തതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാനൊരു എൻ്റെ ഒരു സത്യം അറിയാതെ ഒരു കാര്യം പ്രവർത്തിക്കരുതാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് പുറം നോക്കണം. ആ നോക്കിയിട്ട് അതിന് തെറ്റേതാ ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ഇടാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പുള്ളിയെ സമ്മതിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും പുള്ളിയുടെ വായിൽ നിന്ന് ആ പെൺകുട്ടിക്ക് നേരെ ഒരു അസഭ്യ വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ലെന്ന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, ഈ പെൺകുട്ടിയുടെ പേരും പറഞ്ഞിട്ട് പല വീഡിയോയും ഇതുപോലെ പല ലോക്കൽ ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ വന്നതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് വിമർശിക്കാം, നമുക്ക് ആരെയും വിമർശിക്കാം, നമുക്ക് ആരോടും വാഗ്വാദം നടത്താം, ആക്ഷേപ ഹാസ്യം എന്ന രൂപേണ നമുക്ക് ആരെയും വിമർശിക്കാം, ആരോടും തർക്കിക്കാം, അല്ലെങ്കിൽ ആരോടും എന്ത് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയോ നമുക്ക് കമന്റ് ഇടുകയോ നമുക്ക് പ്രതികരിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മുടെ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യം പോലും മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നത് വലിയ കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതികരിക്കാനും നമുക്ക് വാഗ്വാദം നടത്താനും നമുക്ക് ട്രോളാൻ കഴിയും. നമുക്ക് ട്രോളുന്നതിന് ആരുടെയും പെർമിഷൻ വേണ്ട. പക്ഷെ നമ്മളെ സാഹചര്യം ഒക്കെ നോക്കി നമുക്ക് എന്തും നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ആളുടെ മുന്നിൽ എങ്ങനെ എത്തിക്കണം എന്നുള്ളത് അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കാം. അതിനകത്തൊരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വെച്ചാണ് ജനങ്ങൾ നമ്മളെ വിലയിരുത്തുന്നത്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിലാണെങ്കിൽ തന്നെ ഞാൻ ആരെ ട്രോൾ ചെയ്യാലും ഞാൻ അല്ലെങ്കിൽ ആരുടെ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ ഒന്നുകിൽ എൻ്റെ ടൈറ്റിലിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വരെ ഞാൻ പറയാറുണ്ട്, ആരെ ആക്ഷേപിക്കാനല്ല. കാരണം ഇത് വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമുള്ള പ്രത്യേകം പറയാറുണ്ട്. രാഷ്ട്രീയക്കാരെ ഒരുപാട് പേരെ ട്രോളുന്ന മിമിക്രി കലാകാരന്മാരില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ നമ്മളെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളൊരു വൃത്തിയോട് പറയുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യം. കാരണം ഞാൻ ഇത്രയും സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിൽ ഇവരുടെ ഈ കുട്ടിയുടെ തന്നെ അല്ല, നമ്മൾ ഏതൊരു കമൻറ്റ് ബോക്സിൽ നോക്കിയാലും തെറിയുടെ അഭിഷേകമാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾക്ക് തെറി വിളിച്ചുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്?